നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് മർദ്ദനമേറ്റത് സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയതിന്റെ കാരണം തിരക്കിയതിന്. ദൃശ്യങ്ങൾ പുറത്തു വന്നത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം. കുറ്റക്കാരായ പോലീസ് ഇപ്പോഴും സർവീസിൽ. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷം. യുവതീ പ്രവേശനത്തിലടക്കം നിലപാട് തിരുത്തിയിട്ട് സർക്കാർ ക്ഷണിക്കട്ടെ എന്ന് വാദം. പ്രതിപക്ഷം കാര്യം മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി. അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം നടത്താൻ ഹൈന്ദവ സംഘടനകൾ. നികുതി ഘടനാ പരിഷ്കരണം ചർച്ച ചെയ്യാനുള്ള GST കൗൺസിൽ യോഗം ഡൽഹിയിൽ. നിലവിലെ 4 സ്ലാബുകൾ 2 കുറയ്ക്കണമെന്ന മന്ത്രിതല സമിതിയുടെ ശുപാർശ. സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിൽ കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ. സംസ്ഥാനം ഓണാഘോഷ നിറവിലേക്ക്. ഓണത്തിരക്കിൽ നാടും നഗരവും. ഉത്രാടപ്പാച്ചിലേക്ക് മലയാളികൾ. ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് തുടക്കം. ദീപാലങ്കാരവും കലാവിരുന്നുമായി ഇനി 7 ആഘോഷരാവുകൾ. പൗരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രധാന ഇളവുമായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ഡിസംബർ 31 വരെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. ഇതുവരെ പൗരത്വം നൽകിയത് 2014 വരെ വന്നവർക്ക്. 10 വർഷത്തേക്ക് കൂടി ഇളവ് നീട്ടി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ്. വാർത്തകൾ വിശദമായി നോക്കിയാൽ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. 2023 സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് തിരക്കിയതിനാണ് പോലീസ് മർദ്ദിച്ചതെന്ന് സുജിത്ത് പറയുന്നു. SI ന്യൂമാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ മർദ്ദിച്ചതായാണ് പരാതി. തുടർന്ന് സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. എന്നാൽ പോലീസ് ഈ പരാതിയിൽ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല. പിന്നീട് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരം മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയായിരുന്നു. സുജിത്ത് മദ്യപിച്ചുവെന്ന് കാണിച്ച വ്യാജ FIR ഉണ്ടാക്കി കേസിൽ കുടുക്കാനായിരുന്നു പോലീസിന്റെ ശ്രമമെന്നും മർദ്ദനത്തിൽ തന്റെ കേൾവി ശക്തിക്ക് തകരാറ് സംഭവിച്ചുവെന്നും സുജിത്ത് പറയുന്നു. കൊണ്ടുവരുമ്പോൾ സജീവൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരനായിരുന്നു. ആള് ഒലിയോ ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടില്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് തല്ലിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ CCTV കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ജീപ്പ് കയറി പറഞ്ഞതിൻ്റെ തൊട്ട് മുന്നേ ആളവിടെ നടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ. അതേസമയം മർദ്ദനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കോടതി നടപടി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും DIG ഹരിശങ്കർ പറഞ്ഞു. ആ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട്. ആ എൻക്വയറി നടന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ്. ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിൽ ഒരു MC ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡിന് മുകളിൽ കയറിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ച UDF. ശബരിമല ആചാര ലംഘനത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലവും ഭക്തർക്കെതിരെ ചുമത്തിയ കേസുകളും പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ എന്ന മറുചോദ്യവുമായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റേത് രാഷ്ട്രീയപരമായ കാപട്യമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷം പ്രതികരിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും പറഞ്ഞു. സെപ്റ്റംബർ 20 പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിനെ മുൻനിർത്തി സർക്കാർ നടത്തുന്ന കാപട്യമാണെന്നാണ്
UDFിന്റെ വിലയിരുത്തൽ. ശബരിമലയിൽ ആചാരലംഘനത്തെ പിന്തുണച്ചുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുകയും നാമജപ ഘോഷയാത്രയടക്കം നടത്തിയവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുകയും ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ്. LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? ശബരിമലയിലെ അടിസ്ഥാന വികസനത്തിനടക്കം 9 വർഷം ഒരു പൈസ പോലും നൽകാത്ത സർക്കാരാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഗമവുമായി എത്തുന്നത്. ഇതിന്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പും കപടഭക്തിയും UDF അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആചാര ലംഘനത്തിന് നവോത്ഥാന സമിതി രൂപീകരിച്ച് മതിൽ തീർത്തവരാണ് വർഗീയവാദികൾക്ക് അവസരമൊരുക്കാൻ സംഗമം നടത്തുന്നത്. UDF ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്താം. തന്നെ ക്ഷണിക്കാനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അവഗണിച്ചു എന്ന കാര്യം കളവാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേർന്ന UDF ഓൺലൈൻ യോഗമാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. അതേസമയം പ്രതിപക്ഷം കാര്യം മനസ്സിലാക്കാതെയാണ് പ്രതികരിക്കുന്നതെന്നും അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡാണെന്നും വിഭാഗീയതയായി കാണേണ്ടതില്ലെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാറിന്റെ വിശ്വാസ സംഗമം നടത്താൻ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. ആഗോള അയ്യപ്പ സംഗമം ഭരണഘടനാ വിരുദ്ധമെന്നും യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളുടെ സംഗമം നടത്തുമെന്നും ശബരിമല ഐക്യസമിതിയും ഹിന്ദു ഐക്യവേദി നേതാക്കളും വ്യക്തമാക്കി. NSS, SNDP ഉൾപ്പെടെ എല്ലാ ഹൈന്ദവ സംഘടനകളെയും വിശ്വാസത്തിലെടുത്താകും സംഗമം നടത്തുക. ആഗോള അയ്യപ്പ സംഗമം ഭരണഘടനാ വിരുദ്ധമെന്നും സർക്കാരിന് ധാർമ്മികമായി ഇത്തരമൊരു പരിപാടി നടത്താനാകില്ലെന്നും ഇന്നിത് ശബരിമലയിലാണെങ്കിൽ നാളെ മസ്ജിദിലോ പള്ളിയിലോ ആകുമെന്നും ഹിന്ദു ഐക്യവേദി സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഗണപതി മിത്തെന്ന് പറയുന്നവരാണ് ഗണപതി ക്ഷേത്രപടിക്കൽ അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് അയ്യപ്പ സേവാ സമാജം ദേശീയ ചെയർമാൻ SJR കുമാർ പറഞ്ഞു. എന്നാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ദൈവഭക്തി തുടങ്ങിയത്? എന്നാണ് ഇവർ അയ്യപ്പ ഭക്തന്മാരായത്? ചോദിക്കേണ്ട ചോദ്യമാണ്. അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ യഥാർത്ഥ അയ്യപ്പന്മാരാണോ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഭക്തജനമാണോ എന്നുള്ള ചോദ്യം ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയോടും ഞാൻ ചോദിക്കുകയാണ്. ശബരിമല സംരക്ഷണ സംഗമം എന്നാണ് നമ്മൾ ആ ഒരു സംഗമത്തിന് പേരിട്ടിരിക്കുന്നത്. എന്തായാലും ശരിയായ അയ്യപ്പന്മാരുടെ ഒരു സംഗമം നമ്മൾ വിളിച്ചുകൂട്ടുകയാണ്. പന്തളം കേന്ദ്രീകരിച്ച് ഈ മാസം 22-ന് യഥാർത്ഥ ഭക്തരെ സംഘടിപ്പിച്ച് സംഗമം നടത്താനാണ് ഹിന്ദു സംഘടനകളുടെ തീരുമാനം. യഥാർത്ഥ അയ്യപ്പന്മാരുടെ സംഗമം അത് സെപ്റ്റംബർ 22-ാം തീയതി പന്തളത്ത് നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പന്തളത്ത് വെച്ച് കേരളത്തിലെ ഈ ട്രഡീഷണലായിട്ട് അയ്യപ്പ വിശ്വാസത്തെ കൂടെ നിർത്തുന്ന ഇപ്പോൾ പന്തളം കൊട്ടാരം പോലുള്ള അവരുടെ പിന്തുണയുണ്ട് ഈ കാര്യത്തിൽ. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ ആത്മാർത്ഥമായി ഒന്നും ചെയ്യുന്നില്ല. സർക്കാരിന്റെ അടവ് നയത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം മാത്രമാണ് അയ്യപ്പ സംഗമമെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു പറഞ്ഞു. ഭക്തജന അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള പ്രതിനിധികളെയും ദേശീയ നേതാക്കളെയും പങ്കെടുപ്പിക്കാൻ നീക്കമുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. നികുതി ഘടനാ പരിഷ്കരണം ചർച്ച ചെയ്യാനുള്ള GST കൗൺസിൽ യോഗത്തിന് ഡൽഹിയിൽ തുടക്കമായി. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. നിലവിലെ 4 സ്ലാബുകൾ 2ആയി കുറയ്ക്കുകയാണ് ലക്ഷ്യം. 5%, 12%, 18%, 28% എന്നീ നികുതി സ്ലാബുകൾക്ക് പകരം 5%, 18% മാത്രം നിലനിർത്താൻ മന്ത്രിതല ഉപസമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ചെറിയ കാറുകൾ, സിമന്റ്, തുകൽ ഉൽപ്പന്നങ്ങൾ, പാക്കറ്റിലാക്കിയ ഭക്ഷണം, തുണിത്തരങ്ങൾ എന്നിവയുടെ GST നിരക്ക് കുറയ്ക്കുമെന്നാണ് വ്യക്തമാകുന്നത്. മെഡിക്കൽ ഇൻഷുറൻസും ടേം ഇൻഷുറൻസിനുമുള്ള GST പൂർണ്ണമായി എടുത്തു കളയണമെന്ന നിർദ്ദേശവും കൗൺസിൽ പരിഗണിക്കാനിടയുണ്ട്. ഇതെല്ലാം സാധാരണക്കാർക്ക് നികുതി ഭാരം കുറയ്ക്കുന്നതാകും. അതേസമയം വരുമാന നഷ്ടം നികത്താതെ നികുതി കുറയ്ക്കൽ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പറയുന്നു. സംസ്ഥാനങ്ങളുടെ ധനകാര്യ സ്ഥിതി കണക്കിലെടുത്തുകൊണ്ടുള്ള GST പരിഷ്കരണങ്ങൾ വേണമെന്നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ നിലപാട്.
പൗരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രധാന ഇളവുമായി കേന്ദ്ര സർക്കാർ 2024 ഡിസംബർ 31 വരെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. 10 വർഷത്തേക്ക് കൂടിയാണ് ഇളവ് നീട്ടി നൽകിയത്. ബീഹാർ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ കുടിയേറിയ നിരവധി പേർക്ക് ഇളവ് ഗുണം ചെയ്യും. 2019 ഡിസംബറിലാണ് രാജ്യത്ത് പൗരത്വ നിയമം ഭേദഗതി ചെയ്തത്. 2014 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ രാജ്യത്തെത്തിയവർക്ക് പൗരത്വം അനുവദിക്കാനായിരുന്നു തീരുമാനം. ഈ തീരുമാനത്തിലാണ് നിർണായക ഇടപെടൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം 10 വർഷം കൂടി ഇളവ് നീട്ടി നൽകി. ഇതുപ്രകാരം 2024 ഡിസംബർ 31-നുള്ളിൽ രാജ്യത്തെത്തിയ അയൽ സംസ്ഥാനങ്ങളിലെ മുസ്ലിമേതര ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനന്മാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ എന്നിവർക്കാണ് ആനുകൂല്യത്തിന്റെ ഗുണം ലഭിക്കുക. പൗരത്വത്തിന് അപേക്ഷിക്കുന്ന ഇവർക്ക് പാസ്പോർട്ട്, യാത്രാരേഖകൾ ഒന്നുമില്ലാതെ തൽക്കാലം രാജ്യത്ത് തുടരാനാകും. എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷമല്ലാത്ത ആളുകൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയില്ല. മണിപ്പൂർ, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കാനിരിക്കെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗമായ തീരുമാനമുണ്ടായത്. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും തീരുമാനത്തിന് കാരണമായിട്ടുണ്ട്. കുടിയേറ്റ ജനവിഭാഗങ്ങൾ ഏറെയുള്ള സംസ്ഥാനമാണ് ബീഹാർ. അത്തരം ആളുകൾക്ക് പൗരത്വം ഉറപ്പാക്കുന്നതിലൂടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മറുപടി നൽകാൻ ബിജെപിക്ക് കഴിയും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഓണനാളിൽ കിടപ്പാടമില്ലാതെ തെരുവിൽ അലയേണ്ട ഗതികേടിലാണ് എറണാകുളം അയ്യങ്കുഴിയിലെ ജനങ്ങൾ. BPCL റിഫൈനറിയിലെ പൊട്ടിത്തെറിയെ തുടർന്ന് ലോഡ്ജിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കപ്പെട്ട ജനങ്ങളോട് മുറികൾ ഒഴിയണമെന്ന് ലോഡ്ജ് ഉടമ ആവശ്യപ്പെട്ടതോടെയാണ് പ്രതിസന്ധിയിലായത്. ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടവും സർക്കാരും മുൻകൈ എടുക്കുന്നില്ല എന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. ഇപ്പോൾ നല്ലൊരു ദിവസം ഓണം തന്നെ, ഞങ്ങളും മക്കളും കൊച്ചുമക്കളും ആയിട്ടൊക്കെ ജീവിക്കണ്ടല്ലോ. ആ ദിവസം ഒരു ദിവസം നമ്മളൊരു വർഷത്തിൽ ഓണവും വിഷു ഇങ്ങനെയല്ലേ ജീവിക്കണത് എല്ലാവരും കൂടി. അതുപോലും പറ്റുന്നില്ല ഞങ്ങൾക്കിപ്പോൾ. 2 മാസമുള്ള ഒരു ദിവസമാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. കുഞ്ഞു കൊച്ചുണ്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ് ഇപ്പോൾ ജീവിക്കണേ. പുത്തനുടുപ്പും പൂക്കളവുമായി നാടെങ്ങും ഓണാഘോഷത്തിൽ മതിമറക്കുമ്പോൾ അയ്യങ്കുഴിയിലെ ജനങ്ങളുടെ ജീവിതത്തിന് അത്ര നിറം പോരാ. സ്വന്തമായിരുന്ന വീടും പരിസരവും രാസമാലിന്യം നിറഞ്ഞ വിഷവായുവിനാൽ മലിനമാണ്. ഓണം ആഘോഷിക്കാൻ അയ്യങ്കുഴിയിലെ വീടുകളിലേക്ക് മടങ്ങിയാൽ എത്ര നേരം അവിടെ അതിജീവിക്കാനാകും? 5 തവണ മലിനീകരണ നിയന്ത്രണ ബോർഡ് വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതാണ് അയ്യങ്കുഴിയിൽ ഇവർ താമസിച്ചിരുന്ന സ്ഥലം. ഒടുക്കം ജൂലൈ 8-ാം തീയതി രാത്രി BPCL റിഫൈനറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടി വന്നവർ. പൊട്ടിത്തെറിയെ തുടർന്ന് താൽക്കാലികമായി ചോറ്റാനിക്കരയിലെ ലോഡ്ജിൽ ഇവർക്ക് BPCL തന്നെ താമസമൊരുക്കിയിരുന്നു. 1.5 മാസം പിന്നിട്ടപ്പോൾ നൽകി വന്ന ഭക്ഷണവും ലോഡ്ജ് വാടകയും BPCL നിർത്തി. ഇപ്പോൾ മുറികൾ ഒഴിയണമെന്നാണ് ലോഡ്ജ് ഉടമ ആവശ്യപ്പെടുന്നത്. കലത്തിനകത്ത് കഞ്ഞി പോലും വെക്കാൻ ഈ ഹോട്ടൽ ഉടമ സമ്മതിക്കുന്നില്ല. ഞങ്ങളെ ഭയങ്കരമായിട്ടും ഞങ്ങളെ ഫയർ ചെയ്തു. ഈ സാധനങ്ങളെല്ലാം എടുത്തെറിഞ്ഞ് കളയും. ഇനി മേലിലൂടെ ഇതൊന്നും വെക്കാൻ പറ്റില്ല. അയാളുടെ ഭാഗത്ത് ന്യായമായിരിക്കാൻ പറയണം. പക്ഷെ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയത് ജില്ലാ ഭരണകൂടമാണ്. സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ കഴിയില്ല. പുനരധിവാസം ഉറപ്പുവരുത്തേണ്ട ജില്ലാ ഭരണകൂടവും സർക്കാരും കൈയൊഴിഞ്ഞ മട്ടും. വാസയോഗ്യമല്ലാത്ത സ്ഥലം BPCL ഏറ്റെടുത്ത് പകരം സംവിധാനമൊരുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് അംഗീകരിക്കാൻ BPCL അധികൃതർ തയ്യാറായിട്ടില്ല. ഈ ഓണനാളിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് രോഗികളും കുട്ടികളും ഗർഭിണികളും അടങ്ങുന്ന 40ഓളം കുടുംബങ്ങൾ. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. പുത്തൻകുരിശിൽ വീട് ജപ്തി ചെയ്യപ്പെട്ട കുടുംബത്തിന് ആശ്വാസം. കുടുംബത്തിന് മുഴുവൻ തുകയും നൽകാമെന്ന് പ്രവാസി അറിയിച്ചു. മുൻ MLA VP സജീന്ദ്രന്റെ ഇടപെടലിനെ തുടർന്നാണ് ആശ്വാസ നടപടികൾ ഉണ്ടായത്. 2 സ്ത്രീകളും കുഞ്ഞും അടങ്ങുന്ന കുടുംബമാണ് കുടിയിറക്കപ്പെട്ടത്. 2019-ൽ 5 ലക്ഷം രൂപ വീട്ടുടമയായ സ്വാതി മണപ്പുറം ഫിനാൻസിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. 3.95 ലക്ഷം തിരിച്ചടച്ചു. പിന്നീട് ഗർഭിണിയായ യുവതിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയായി. ഇതോടെ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. പിന്നീട് ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ പണം തവണകളായി തിരികെ അടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും ധനകാര്യ സ്ഥാപനം സമ്മതിച്ചില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. സ്വാതി ജോലിക്ക് പോയ സമയത്ത് പോലീസിനെയും കൂട്ടിവന്ന ധനകാര്യ സ്ഥാപനം അധികൃതർ വീട് ജപ്തി ചെയ്യുകയായിരുന്നു. സ്വാതിയുടെ പ്രായമായ അമ്മയും 1 വയസ്സുള്ള കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഒറ്റത്തവണയായി പലിശ ഉൾപ്പെടെ 5 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ബാങ്കുകാർ ആവശ്യപ്പെടുന്നതെന്ന് കുടുംബം പറയുന്നു.
കുവൈറ്റിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാചകവാതകം ഉയർന്ന വിലയിൽ വിൽപ്പന നടത്തുന്നത് തടയാൻ വാണിജ്യ മന്ത്രാലയം പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇതിന്റെ ഭാഗമായി വാണിജ്യ വ്യവസായ മന്ത്രാലയം കുവൈറ്റ് ഓയിൽ ടാങ്കർ കമ്പനിയുമായി ഏകോപനം ആരംഭിച്ചു. പാചകവാതക സിലിണ്ടറുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ഇറക്കുമതി, വിതരണം എന്നിവ കുവൈറ്റ് ഓയിൽ ടാങ്കർ കമ്പനി വഴി അല്ലാതെ നടത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തുവാനാണ് ആലോചന. അതുപോലെ റെസ്റ്റോറന്റുകൾ, സെൻട്രൽ കിച്ചണുകൾ, ഹോട്ടലുകൾ, മറ്റ് വാണിജ്യ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ദ്രവീകൃത ഗ്യാസ് സിലിണ്ടറുകളും വീടുകളിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സിലിണ്ടറുകളും തമ്മിൽ വേർതിരിക്കപ്പെടും. ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിക്കുന്ന സജെക്സ് 2025 ജെം ആൻഡ് ജ്വല്ലറി എക്സിബിഷൻ സെപ്റ്റംബർ 11 മുതൽ 13 വരെ ജിദ്ദയിൽ നടക്കും. റിപ്പോർട്ടിലേക്ക്. ഇന്ത്യ സൗദി സംയുക്ത ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോ സജെക്സ് 2025 എന്ന പേരിൽ സെപ്റ്റംബർ 11 മുതൽ 13 വരെ ജിദ്ദയിലെ സൂപ്പർ ഡോമിലാണ് നടക്കുന്നത്. ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് സംരംഭകർ എക്സിബിഷന്റെ ഭാഗമാവും. ഇന്ത്യ സൗദി വ്യാപാര ബന്ധത്തിൽ എക്സ്പോ ഗുണകരമാകുമെന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. Sajex is likely to deliver good value for all the participants and for all the visitors that we are expecting at Sajex. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ ശേഖരങ്ങൾ പരിചയപ്പെടാനും മികച്ച ഡിസൈനർമാരുമായി സംവദിക്കാനുമുള്ള അവസരവും സജെക്സ് 2025 നൽകും. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. സൗദിയും ഇന്ത്യയും ഒപ്പുവച്ച ബഹിരാകാശ മേഖലയിലുള്ള പരസ്പര സഹകരണ ധാരണാപത്രത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. സൗദി സ്പേസ് ഏജൻസിയും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രമാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഭരണ മികവിനുള്ള അന്താരാഷ്ട്ര അവാർഡ് നേടി. ഗ്ലോബൽ ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് റിവ്യൂ നൽകിയ സർക്കാർ മേഖലയിലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗവേണൻസ് അവാർഡാണ് GDRFA ദുബായിക്ക് ലഭിച്ചത്. ഇതാദ്യമായാണ് മിഡിൽ ഈസ്റ്റിലെ ഒരു സർക്കാർ സ്ഥാപനത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ദുബായിയുടെ ഭരണ മികവും പൊതുസേവന മേഖലയിലെ നൂതനമായ സമീപനവും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് ഈ അവാർഡ് വഴിതുറക്കും. ഈ നേട്ടം ദുബായിലെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് സമർപ്പിക്കുന്നുവെന്ന് GDRFA ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ അമ്രി പറഞ്ഞു. കുവൈറ്റിൽ കഴിഞ്ഞ മാസം ഉണ്ടായ മദ്യദുരന്തത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 10 പേരുടെ അവയവങ്ങൾ സ്വീകരിച്ച 20-ലേറെ രോഗികൾക്ക് പുതുജീവൻ. കുവൈറ്റിലെ അവയവമാറ്റ ശസ്ത്രക്രിയാ കേന്ദ്രത്തിന്റെ ചെയർമാനും പ്രമുഖ അവയവമാറ്റ ശസ്ത്രക്രിയാ വിദഗ്ധനുമായ ഡോക്ടർ മുസ്തഫ അൽ മൗസാവിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച 12 പേരുടെ കുടുംബങ്ങളെ അവയവദാനത്തിനുള്ള അനുമതിക്കായി ബന്ധപ്പെട്ടതായും അതിൽ 10 പേരുടെ കുടുംബങ്ങൾ അനുമതി നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ഇതുവഴി 20 വൃക്കകൾ, 3 ഹൃദയങ്ങൾ, 4 കരളുകൾ, 2 ശ്വാസകോശങ്ങൾ എന്നിവ ശേഖരിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പരിശോധനയ്ക്ക് ശേഷം പ്രവർത്തനക്ഷമമല്ലെന്ന് കണ്ടെത്തിയ ശ്വാസകോശം ഒഴികെയുള്ള എല്ലാ അവയവങ്ങളും മറ്റു രോഗികൾക്ക് മാറ്റിവെച്ചു. കഴിഞ്ഞ മാസമാണ് രാജ്യത്ത് വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് 23 പേർ മരണമടഞ്ഞത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 6 മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരും ദുരന്തത്തിൽ മരണമടഞ്ഞിരുന്നു. ദുരന്തത്തെ തുടർന്ന് 160 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുവൈറ്റിൽ ക്രിമിനൽ നടപടിക്രമങ്ങളും വിചാരണ നിയമങ്ങളും പരിഷ്കരിക്കുന്നതിനായി ഒരു പ്രത്യേക സമിതി രൂപീകരിച്ച് നീതിന്യായ മന്ത്രി കൗൺസിൽ നാസർ അൽ സുമൈദ്. നിയമപരമായ സംവിധാനം വികസിപ്പിക്കാനും പ്രായോഗികമായ വെല്ലുവിളികൾ പരിഹരിക്കാനുമുള്ള മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ ഭാഗമായാണിത്. വിചാരണയ്ക്ക് മുൻപുള്ള തടങ്കൽ, അപ്പീൽ രീതികൾ, വിധി നടപ്പാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രധാനമായും സമിതി പരിശോധിക്കുക. 65 വർഷങ്ങൾക്ക് മുൻപാണ് നിലവിലെ ക്രിമിനൽ നടപടിക്രമങ്ങളും വിചാരണ നിയമങ്ങളും നിലവിൽ വന്നത്. ആഗോള നിയമ പരിഷ്കാരങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയമം തയ്യാറാക്കുകയെന്ന് അൽ സുമൈദ് പറഞ്ഞു.
കുവൈറ്റിൽ 6 ഗവർണറേറ്റുകളിലുള്ള 106 പള്ളികളിൽ സെപ്റ്റംബർ 7 മുതൽ 7 ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഗ്രഹണ നമസ്കാരം സംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് ഇസ്ലാമിക കാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ബദർ അൽ മുത്തൈരി പള്ളി ഭരണ നിർവഹണ വിഭാഗം ഡയറക്ടർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കത്തയച്ചു. ഞായറാഴ്ച രാജ്യത്ത് പൂർണ്ണ ചന്ദ്രഗ്രഹണം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ഗ്രഹണ നമസ്കാരം സംഘടിപ്പിക്കുന്നത്. പ്രവാചക ചര്യ പ്രകാരമാണ് ഗ്രഹണവേളയിൽ വിശ്വാസികൾ പ്രത്യേക നമസ്കാരം നിർവഹിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കിയാൽ ഉത്തരേന്ത്യയിൽ മഴക്കെടുതി തുടരുന്നു. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഒഡീഷ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ ചെറു ഡാമിന്റെ ഭാഗം തകർന്ന് 4 പേർ മരിച്ചു. പഞ്ചാബിലും ഉത്തർപ്രദേശിലും മഴക്കെടുതി രൂക്ഷമാണ്. പഞ്ചാബിൽ മാത്രം മരിച്ചത് 37 പേരാണ്. കഴിഞ്ഞ ഒരു മാസത്തെ മാത്രം കണക്കാണിത്. ഉത്തർപ്രദേശിൽ 16 പേർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലും 6 ലക്ഷം ഹെക്ടറിലെ കൃഷി നശിച്ചുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഡൽഹിയിൽ പ്രളയ മുന്നറിയിപ്പ് തുടരുന്നു. യമുന നദിയിൽ ജലം അപകട സൂചികയ്ക്ക് മുകളിലാണ്. ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇടവിട്ട ദിവസങ്ങളിൽ വെള്ളം വീടുകളിലേക്ക് കയറുന്നത് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. സൈനിക ശക്തിയുടെ കരുത്ത് കാട്ടി ലോകത്തെ ഞെട്ടിച്ച് ചൈന. 2ാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് സൈന്യത്തെ പരാജയപ്പെടുത്തിയതിന്റെ 80ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചൈനയുടെ സൈനിക പരേഡ്. ബെയ്ജിംഗിലെ ചരിത്ര പ്രാധാന്യമുള്ള ടിയാനൻമെൻ ചത്തുരത്തിൽ 50,000-ലധികം സൈനികർ പൂർണ്ണ യൂണിഫോമിൽ പങ്കെടുക്കുന്ന പരേഡിൽ ചൈന വികസിപ്പിച്ച അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചു. സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ആയുധങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡാണ് ചൈന സംഘടിപ്പിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ എന്നിവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു. ഇതിനോടൊപ്പം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയും പരേഡിനെത്തിയത് ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. US പകരമായി സ്വയം ഉയർത്തിക്കാണിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കൂറ്റൻ പരേഡ്. ഓണത്തിന് പുലികളി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പുലികളിക്കൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു കലാരൂപമുണ്ട്. അതാണ് കരടികളി. ഗ്രാമങ്ങളുടെ താളവും ആരവവുമായ കരടികളി പൂർവികരിൽ നിന്നും കൈമാറി വന്നത് അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കുന്ന ഒരു കരടികളി സംഘമുണ്ട് കൊല്ലം ജില്ലയിൽ. കരടികളിയെ കാത്തിരിക്കുന്ന വീടുകൾ ഇപ്പോൾ ഇല്ലെങ്കിലും സ്കൂളുകളിലും ഓണാഘോഷ വേദികളിലുമാണ് ഈ സംഘം കരടികളി അവതരിപ്പിക്കുന്നത്. തെങ്ങോലയും ബാലമരത്തിന്റെ തടിയിൽ തീർത്ത മുഖമൂടിയും ധരിച്ച് കരടിയും മുഖത്ത് കറുത്ത ചായം തേച്ച് അമ്പുവില്ലുമായി വേട്ടക്കാരനും നാട്ടുപാട്ടുമായി താളക്കാരും എത്തുന്നതോടെ കരടികളി ആവേശലഹരിയിലാകും. കൈമണിയും കൈത്താളവുമാണ് കരടികളിയുടെ വാദ്യോപകരണം. മനോഹരമായ വായ്ത്താരിയിലൂടെ പാട്ടിനും താളത്തിനുമൊപ്പം കരടിയും വേട്ടക്കാരനും ചുവടുവെക്കും. ഐതിഹ്യം മുതൽ ആനുകാലിക സംഭവങ്ങൾ വരെ കരടികളിപ്പാട്ടിൽ ഉണ്ടാകും. പുതിയ തലമുറയിലെ കുട്ടികളും ഇതിനോടൊപ്പം ചുവടുവെക്കും. പ്രാക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കരടികളി അവതരിപ്പിച്ചപ്പോൾ പുതുതലമുറയിലെ കുട്ടികൾക്കും ഇത് ആവേശമായി. പണ്ടുകാലത്ത് ഓണത്തിന് വീടുകളിൽ കയറി ഇറങ്ങിയിരുന്ന കരടികളി ഇപ്പോൾ ക്ലബ്ബുകളിലും സ്കൂളുകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും മാത്രമായി ഒതുങ്ങി. കുളങ്ങര രാഘവനാശാന്റെ നേതൃത്വത്തിലുള്ള അരിനെല്ലൂർ കരടികളി സംഘമാണ് സ്കൂളുകളിൽ കരടികളി അവതരിപ്പിച്ചത്. അടിയാന്മാർക്ക് തമ്പുരാന്റെ മുറ്റത്ത് പോലും ചെല്ലാൻ പാടില്ലാതിരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇന്നത്തെ അയ്യങ്കാളിയെപ്പോലെ തലച്ചോറുള്ള അധസ്ഥിത വർഗത്തിൽപ്പെട്ട ആൾ, തലച്ചോറുള്ളവർ കൂടി ആലോചിച്ച് ഈ ഓണത്തിന് ഏതൊരു വീട്ടിലും ഏതൊരു കാര്യത്തിനും നമുക്ക് ചെന്ന് കയറാം കലയുമായിട്ട്. അപ്പോൾ ഓണം വന്നപ്പോൾ കരടി വേഷം കെട്ടി ഈ ഉള്ളവൻ്റെ മുറ്റത്ത് ചെല്ലാനൊരു സന്ദർഭം ഉണ്ടാക്കിയ കലയാണിത്. പുതുതലമുറയിലെ കുട്ടികളുടെ മനസ്സിൽ കരടികളിയുടെ ആവേശം നിറച്ച് അന്യം പോയിക്കൊണ്ടിരിക്കുന്ന ഈ തനത് കലാരൂപത്തെ നാളേക്ക് വേണ്ടിയും നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ കരടികളി സംഘം. അമൃത ന്യൂസ്, കൊല്ലം. ഓണത്തോടനുബന്ധിച്ച് കോഴിക്കോട് തിരുവമ്പാടിയെ ഇളക്കിമറിച്ച് വ്യാപാരികളുടെ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് തിരുവോണം ഫെസ്റ്റ് 2025 എന്ന പേരിൽ സാംസ്കാരിക ഘോഷയാത്രയും ഓണാഘോഷവും സംഘടിപ്പിച്ചത്. വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികൾ കൊണ്ടും വ്യാപാരികളുടെയും ജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ടും തിരുവമ്പാടിയിലെ ഘോഷയാത്ര ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. തിരുവമ്പാടി അനുരാഗ ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വരും വർഷങ്ങളിലും ഓണാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കാനാണ് സംഘാടകർ ഉദ്ദേശിക്കുന്നത്. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റ് പ്രസിഡന്റ് GGK തോമസ്, ജനറൽ സെക്രട്ടറി അബ്രഹാം ജോൺ, സിംഗാർ ഗഫൂർ, മുനീർ, ജോജു സൈമൺ എന്നിവർ നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കോഴിക്കോട്. കേരളത്തിൽ ഓണം കളറാകും മുന്നേ സൗദിയിൽ ഓണം ഷോപ്പിംഗ് ആഘോഷത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ലുലു. ഓണം ഇവിടെയാണ് എന്ന ക്യാമ്പയിനുമായാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഓണം ഷോപ്പിംഗ് ആഘോഷത്തിന് തുടക്കമായത്. ഓണസദ്യ ആയാലും പായസമായാലും ആഘോഷമായാലും പ്രവാസികൾക്ക് ഏത് ഓണം ഷോപ്പിങ്ങിനും ഒരു കുടക്കീഴിൽ വിപുലമായ സൗകര്യങ്ങളാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലുള്ളത്. കടൽ കടന്നെത്തുന്ന തനി നാടൻ ജൈവ പച്ചക്കറികളുടെ കലവറയാണ് ലുലുവിൻ്റെ ഓണച്ചന്തകളിലെ പ്രധാന ആകർഷണം. ഫ്രഷ് പച്ചക്കറി, പഴങ്ങൾ അടക്കം കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ശേഖരവും പ്രവാസികളുടെ ഓണാഘോഷ തയ്യാറെടുപ്പുകൾക്ക് ആവേശം പകരും. ഓണവിപണിയിലെ ഏറ്റവും ലാഭകരമായ വില നിലവാരം നൽകുന്നു എന്നതും ലുലു ഓണച്ചന്തകൾക്ക് സൗദിയിൽ പ്രിയം കൂട്ടുന്നു. ലുലുവിൻ്റെ ഓണരുചി കാഴ്ചകൾ നാട്ടിലെയും വീട്ടിലെയും ഗൃഹാതുര ഓണസദ്യ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ലുലുവിൻ്റെ ട്രെൻഡിംഗ് നാടൻ ഓണസദ്യ ഹൈപ്പർ മാർക്കറ്റുകളിൽ എത്തുന്നുണ്ട്. 25-ലധികം വിഭവങ്ങളാണ് ലുലു ഓണസദ്യയുടെ മെനുവിലുള്ളത്. ഓണസദ്യ പ്രീ ബുക്കിംഗ് ആരംഭിച്ചതിന് പിന്നാലെ സദ്യയ്ക്കായി വൻ ഡിമാൻഡുകളാണ്. ലുലു സ്റ്റോറുകളിൽ നേരിട്ടെത്തിയാലും ഓൺലൈനായും ഓണസദ്യ ബുക്ക് ചെയ്യാം. KCLൽ ആലപ്പി റിപ്പിൾസിനെതിരെ ഉജ്ജ്വല വിജയവുമായി ട്രിവാൻഡ്രം റോയൽസ്. 110 റൺസിനായിരുന്നു റോയൽസിന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ റിപ്പിൾസ് 17 ഓവറിൽ 98 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. തോൽവിയോടെ റിപ്പിൾസിന്റെ സെമി സാധ്യതകൾ മങ്ങി. റോയൽസിന്റെ സെമി സാധ്യതകൾ നേരത്തെ തന്നെ അവസാനിച്ചിരുന്നു. റോയൽസിന് വേണ്ടി 4 വിക്കറ്റ് വീഴ്ത്തിയ അഭിജിത്ത് പ്രവീണാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.